ബിഗ് ടോപ്പ് മാൾ സർക്കസിലെ തകർച്ച നേരിടുന്ന ഷോയിലെ പ്രധാന ആകർഷണമാണ് സിൽവർബാക്ക് ഗൊറില്ലയായ ഇവാൻ. അയാൾക്ക് സ്വന്തമായി പരസ്യം ബോർഡും മറ്റുമുണ്ട്. എന്തായാലും ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു ഷോ മുന്നോട്ടു പോകില്ല. അതുകൊണ്ടാണ് മാക്ക് എന്ന സർക്കസ് മേധാവി രംഗപ്രവേശം ചെയ്യുന്നത്. അവൻ പ്രകടനങ്ങൾക്കിടയിൽ വിഡ്ഢിത്തരം കാണിക്കാറുണ്ട്. പക്ഷേ അവൻ മറ്റ് ധാരാളം മൃഗങ്ങളെയും കൂട്ടി. അവരിൽ ബേസ്ബോൾ കളിക്കാൻ നല്ല കഴിവുള്ള ഹെൻറിയറ്റ എന്ന കോഴി, ഉത്കണ്ഠ പ്രശ്നങ്ങളുണ്ടെങ്കിലും പന്ത് തട്ടാൻ മിടുക്കനായ ഫ്രാങ്കി എന്ന കടൽ സിംഹം, തീവണ്ടിയുമായി നടക്കുന്ന മുർഫി എന്നൊരു മുയൽ, എന്തുകൊണ്ടോ കുട്ടികൾക്കിവനെ വലിയ ഇഷ്ടമാണ്. പിന്നെ രാജ്ഞിയുണ്ട്, സ്റ്റെല്ല. അവളൊരു ആനയാണ്. ഇവാൻ ജനിക്കുന്നതിനും എത്രയോ മുൻപേയുള്ള ഒരാൾ. അവളുടെ കൂടെയുള്ള കലാകാരനാണ് സ്നിക്കേഴ്സ്, ഒരു പൂഡിൽ നായ്. അവൻ അവിടെയുള്ളത് ഈ പരിപാടിക്ക് ഒരൽപ്പം മാന്യത നൽകാനാണ്. ഇവാൻ താനായിരുന്നാൽ മാത്രം മതി എന്ന് വിശ്വസിപ്പിക്കപ്പെട്ടു. പക്ഷേ അവൻ സ്റ്റേജിൽ കാണുന്നതുപോലെ ഒരു ദേഷ്യക്കാരനായ ഗൊറില്ലയല്ല. ഷോ കഴിഞ്ഞ ശേഷം അവൻ കൂട്ടിലേക്ക് മടങ്ങുന്നു. അവിടെ ജൂലിയ എന്നൊരു പെൺകുട്ടി ചില്ലിന്റെ മറയ്ക്കപ്പുറം ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ ജോർജ് ഷോയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം അവളെ എപ്പോഴും ഇവിടെ കൊണ്ടുവരും. ഇത്തവണ അവൾ ഇവാന്റെ ഒരു ചിത്രം വരച്ച് അവനൊരു സമ്മാനമായി നൽകുന്നു. സാറായുടെ ആരോഗ്യനില ഇപ്പോഴും മോശമാണെന്നും കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നും അറിയുമ്പോൾ ജോർജിനോട് ഭാര്യയെക്കുറിച്ച് ചോദിച്ചു മാക്കും അവരോടൊപ്പം ചേരുന്നു. കാര്യങ്ങൾ എളുപ്പമാക്കാൻ അവൻ ജൂലിയയ്ക്ക് പുതിയ ക്രയോണുകൾ വാങ്ങാൻ കുറച്ച് പണം നൽകുന്നു. അതിനു പകരമായി അവൾ ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരും പോയ ശേഷം ഷോയുടെ പരാജയത്തെക്കുറിച്ച് മക്ക് ഇവാനോട് പരിതപിക്കുന്നു. കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഉപദേശം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. ഒരു ഗൊറില്ലയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് ഓർത്തതിനുശേഷം അയാൾക്ക് ഉടൻ തന്നെ ദുഃഖം തോന്നുന്നു. അന്ന് രാത്രി ഇവാൻ, സ്റ്റെല്ല എന്നിവർ ഇരിപ്പിടങ്ങൾ എത്രത്തോളം കുറഞ്ഞുപോയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതേസമയം ഒരു തെരുവ് നായ ആൺ ഗൊറില്ലയുടെ വയറ്റിൽ കിടന്നുറങ്ങുന്നു. എന്തായാലും അത് അവന്റെ തെറ്റല്ലെന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മാക്ക് അവരുടെ അടുത്ത ഷോയ്ക്ക് മുമ്പായി കുറച്ച് മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നു. താമസിയാതെ ഇവാൻ അവതരിപ്പിക്കാനുള്ള അവസരം വരുന്നു. അവൻ പതിവുപോലെ മുരടനുള്ള ശബ്ദമുണ്ടാക്കുന്നു. പക്ഷേ ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്താൻ തക്ക ശബ്ദമൊന്നും കൈയടികൾക്കില്ല. ഷോ കഴിഞ്ഞ ശേഷം ജൂലിയ പഴയ കുറച്ച് ക്രയോണുകളും കുറച്ച് പേപ്പറും സമ്മാനമായി കൊണ്ടുവരുന്നു. അവരെ കൊടുത്തേച്ചാൽ ഉടൻ തന്നെ അവൾ അച്ഛനോടൊപ്പം കറങ്ങി നടക്കാൻ പോകും. അന്ന് രാത്രി മാക്ക് സ്നിക്കേഴ്സിന് കുറച്ച് കിബിൽ കൊടുക്കുന്നത് ഇവാൻ കണ്ടു. അവന്റെ തെമ്മാടി കൂട്ടുകാരനും അത് ശ്രദ്ധിക്കുന്നു. മറുപടിയായി മാക്ക് അവനെ ഇടിക്കുന്നു. എന്തായാലും വഴിതെറ്റി വന്ന നായയെ അകത്തേക്ക് വിട്ടതിന് സർക്കസ് കൂടാരത്തിലെ പ്രധാനി മൃഗപരിശീലകനായ കാസ്റ്റെല്ലോയെ വഴക്കു പറഞ്ഞു. കാസ്റ്റെല്ലോ പിന്നീട് കൂടി തുറന്ന് അവനെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇവാന്റെ ഒരു നോട്ടം അവനെ വിരളി പിടിപ്പിക്കുന്നു. ജൂലിയെ കൊടുത്ത ക്രയോണുകൾ ഉപയോഗിച്ച് ഒരു വണ്ട് വരയ്ക്കാൻ സിൽവർബാക്ക് തീരുമാനിക്കുന്നു. അവൻ വരച്ചു കഴിഞ്ഞതിനുശേഷം അവന്റെ നായ സുഹൃത്ത് അവിടെയെത്തുന്നു. അവൻ ഇവാൻ ഒരു വണ്ട് ആണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ദശലക്ഷക്കണക്കിന് ഊഹങ്ങൾ നടത്തുന്നു. അടുത്ത ദിവസം മാളിലെ സഹപ്രവർത്തകനായ മൈക്ക് ഗാലറിയിലേക്ക് താമസം മാറാനായി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് മാക്ക് കാണുന്നു. ബിസിനസ് മെച്ചപ്പെടുമെന്ന് അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവൻ എന്തൊക്കെ പറഞ്ഞാലും മൈക്കിനെ അവിടെ നിർത്താൻ അതൊന്നും മതിയാവുന്നില്ല. മൈക്ക് എന്തോ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ അടുത്തതായി അവതരിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ മറ്റുള്ളവരെ ക്ഷണിക്കാൻ മാക്ക് യാചിക്കുന്ന അവസ്ഥയാണ്. ജൂലിയ ഛായാചിത്രങ്ങൾ കമ്മീഷൻ ചെയ്യുന്ന രീതി കണ്ടാൽ പിക്കാസോ പോലും അത്ഭുതപ്പെടും. അവൾ വീണ്ടും ഒരു ചിത്രം വരയ്ക്കുന്നു. പക്ഷേ ഇത്തവണ അവൾ ബോബ് എന്ന് പേരിടാൻ തീരുമാനിച്ച ഇവാന്റെ തെരുവുനായുടെ ചിത്രമാണ് അവൾ വരയ്ക്കുന്നത്. അനാഥനായ അവന്റെ മേൽ ആ സ്വത്വബോധം ആഞ്ഞടിക്കുന്നു. ആ കൊച്ചു പെൺകുട്ടി പോകുന്നതിന് തൊട്ടുമുൻപ് അവൾ ഇവാന്റെ ചിത്രം ഒന്നു നോക്കി. അവൻ അത് അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അച്ഛൻ ഒരു കുറിപ്പായി കാണുന്നതിനെ ജൂലിയ ഒരു വണ്ടായി കാണുന്നു. അതെന്താണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്നുള്ളത് ഇവാന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. പുലർച്ചെയാകുമ്പോൾ മാക്കിന് എന്തോ ഒരു കാരണം കൊണ്ട് വലിയ സന്തോഷമുണ്ട്. സ്നിക്കേഴ്സ് അയാളെ വാതിൽ വരെ അനുഗമിക്കുമ്പോൾ അയാൾ കെട്ടിടം വിട്ടുപോകുന്നു. അതിനാൽ ബോബ് അവളുടെ മുറിയിലേക്ക് ഒളിച്ചുകയറാൻ ഇതൊരു അവസരമായി എടുക്കുന്നു. അവൻ ഒരു കാടനെപ്പോലെ ശ്വാസം മുട്ടിക്കുന്നു. എന്നിട്ട് അവളുടെ നായ്ക്കളുടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. സ്നിക്കേഴ്സ് ഈ നിമിഷം തന്നെ തിരിച്ചെത്തി ബോബിനോട് ഇണക്കി വളർത്തുന്നതിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. ക്ഷമിക്കണം, നായ്ക്ക് അതിന്റെ സ്വാതന്ത്ര്യമാണ് കൂടുതൽ ഇഷ്ടം. അതിനുശേഷം ഒരു പുതിയ മൃഗത്തെ കൊണ്ടുവരുന്നതിനാൽ അന്നേ ദിവസത്തേക്കുള്ള പരിപാടി റദ്ദാക്കിയെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. ബോബ് അത് രഹസ്യമായി സൂക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അവൻ നായ വാതിൽ കടന്നുപോയ ഉടൻ തന്നെ ഇവാന്റെ നേരെ എല്ലാം വിളിച്ചു പറയുന്നു. അദ്ദേഹം ഒരു പടി കൂടി മുന്നോട്ട് പോയി ഓരോ മൃഗങ്ങളുടെ അടുത്തും ഈ വാർത്ത അറിയിച്ചുകൊണ്ട് ഓടി നടന്നു. നിമിഷങ്ങൾക്ക് ശേഷം ഒരു ട്രക്ക് ഉരുണ്ടെത്തി അതിന്റെ വാതിൽ തുറന്നു. പുതിയതായി എത്തിയ ചരക്ക് കണ്ട് അത്ഭുതപ്പെട്ട് മാക്ക് പതുക്കെ പിന്നിലേക്ക് നടന്നു. അപ്പോഴാണ് അത് അവനെ അത്ര ശക്തിയായി ഇടിച്ചു വീഴ്ത്തിയത്. അവന്റെ ഹൃദയം തോടെ നെഞ്ചിൽ നിന്ന് പുറത്തു ചാടിയെന്ന് തോന്നിപ്പോയി. അവസാന ശ്രമമെന്ന നിലയിൽ അവൻ സ്റ്റെല്ലയെ വിളിക്കേണ്ടിവരുന്നു. പുതിയതായി വന്ന സാധനം ഒരു ആനക്കുട്ടിയാണെന്ന് അവൾ കണ്ടെത്തുന്നു. എത്ര മനോഹരമായി അവൾ തുമ്പിക്കൈ നീട്ടുന്നു. കുഞ്ഞും അതേപോലെ ചെയ്യുന്നു. അവർ ഉടൻ തന്നെ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അവൾ ഇത് ആനക്കുട്ടിയെ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ആകർഷിക്കാൻ ഉപയോഗിക്കുന്നു. ജേഴ്സിയിലെ പരാജയപ്പെട്ട ഒരു സർക്കസിൽ നിന്നാണ് കുട്ടിയെ വാങ്ങിയതെന്നും റൂബി എന്നാണ് പേരിന് വിളിക്കുന്നതെന്നും തോന്നുന്നു. റൂബി അവതരിപ്പിക്കുന്നതോടെ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് മാക്ക് പറഞ്ഞപ്പോൾ ഇവാൻ അത് വിശ്വസിക്കാനാവാതെ തുറച്ചുനോക്കി. അന്ന് രാത്രി ഇവാൻ ഒന്ന് മയങ്ങാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുന്നതുപോലെ ലിറ്റിൽ റൂബി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു. ഇവാൻ പേടി തോന്നിക്കുന്നവനല്ലെന്ന് അവൾ അറിയാതെ പറയുന്നു. പക്ഷേ അവളുടെ മനസ്സ് മാറ്റാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു. അവന്റെ ഏറ്റവും മികച്ച വീഴ്ചകൾ. അടുത്ത പരിപാടിയിൽ ഇവാൻ നെഞ്ചത്തിരിച്ച് ആവേശം കൊള്ളുന്നതിന് തൊട്ടുമുൻപ് പുതിയ മുഖ്യാതിഥിയെ അവതരിപ്പിക്കാനായി മാക്ക് തിരശ്ശീലയിരുന്നു. റൂബി അല്ലാതെ മറ്റാരുമല്ല അത്. അവളുടെ പേരിലെ റ മക്ക് ഉരുട്ടി ഉച്ചരിക്കുന്നത് കേട്ട് ഇവാൻ ശാരീരികമായി തന്നെ വേദനിക്കുന്നു. അവൾ സ്റ്റേജിൽ വരുമ്പോൾ അവളുടെ ഭംഗി കണ്ട് എല്ലാവരും ഓ എന്നും ആ എന്നും അത്ഭുതപ്പെടുന്നു.
റൂബിക്ക് ലഭിക്കുന്ന ഉജ്ജ്വലമായ കരഘോഷം പോലും ബാക്കിയുള്ള പരിപാടിയെ രസകരമാക്കാൻ സഹായിക്കുന്നു. അന്ന് രാത്രിയിലും അവൾ 20 ചോദ്യങ്ങൾ ചോദിച്ച് ഇവാന്റെയും ബോബിന്റെയും സന്തോഷം കെടുത്തിക്കളഞ്ഞു. പുലർച്ചെ റൂബിയുള്ള ഒരു പുതിയ പോസ്റ്റർ അനാവരണം ചെയ്യപ്പെടുന്നു. അങ്ങനെയിരിക്കെ ജീവിതം വീണ്ടും പരിപാടിയിലേക്ക് തിരിച്ചെത്തുന്നു. ആളുകൾ കൂട്ടമായി ആനക്കുട്ടിയെ കാണാൻ വരുന്നു. ഓരോ പ്രദർശനം കഴിയുമ്പോഴും അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ജൂലിയ റൂബിയെ ഹായ് പറയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരുമ്പോൾ സ്റ്റെല്ല നിൽക്കുന്ന രീതിയിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. വൃദ്ധയായ ആ ആനയ്ക്ക് അവളുടെ എല്ലാ കാലുകളിലും ഭാരം താങ്ങാൻ ശേഷിയില്ലാത്തതുപോലെ തോന്നുന്നു. അതിനാൽ ജൂലിയ അവളുടെ അച്ഛനെ വിളിക്കുന്നു. അതിനു പകരമായി അവൻ മക്കിനെ സമീപിക്കുന്നു. ഒപ്പം അവർ ഒരുമിച്ച് അത് പരിശോധിക്കുന്നു. കുറച്ചുനേരം വെറുതെ പരിശോധിച്ചിട്ടും കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ജോർജ് ആനയുടെ ഭക്ഷണത്തിൽ കുറച്ച് ആസ്പിരിൻ ചേർക്കാൻ മാക്ക് നിർദ്ദേശിക്കുന്നു. രാവിലെ മൃഗഡോക്ടറെ വിളിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അന്ന് രാത്രി അവൾ റൂബിയോട് ഒരു കഥ പറഞ്ഞു. അവൾ ഒരു കൊച്ചു ആനക്കുട്ടിയായിരുന്നപ്പോൾ സംഭവിച്ച ഒരു കഥ. അവൾ വനത്തിലെ ആഴത്തിലുള്ള ചെളിയിൽ കുടുങ്ങിപ്പോയിരുന്നു. ജൂലിയെപ്പോലെയുള്ള ഒരു പെൺകുട്ടി നാട്ടുകാരെ ഒരുമിപ്പിച്ച് അവളെ രക്ഷിച്ചു. കഥ കുട്ടിയുടെ കൗതുകം ഉണർത്തുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സ്വതന്ത്രരാണോ എന്ന് അവൾ അത്ഭുതപ്പെടുന്നു. സ്റ്റെല്ല ഒരു മൃഗശാലയുടെ മനോഹരമായ ചിത്രം വരച്ച് റൂബിയോട് ഉറങ്ങാൻ പറയുന്നു. അടുത്ത ഷോയുടെ സമയമായിരിക്കുന്നു. പക്ഷേ സ്റ്റെല്ലയ്ക്ക് ഇപ്പോഴും അവളുടെ കാലിൽ ഭാരം കൊടുക്കാൻ കഴിയുന്നില്ല. ജോർജ് അവളെ ഷോയിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു. മാക്ക് സമ്മതിക്കുന്നു. ഇത് റൂബിക്ക് ഒറ്റയ്ക്ക് പോകാനല്ലാതെ മറ്റ് മാർഗമില്ലാതാക്കുന്നു. റിംഗ് മാസ്റ്റർ എന്ന നിലയിൽ ആനക്കുട്ടിയെ പരിചയപ്പെടുത്താൻ അദ്ദേഹം പുറപ്പെടുന്നു. പക്ഷേ റൂബിക്ക് പേടിയുള്ളതുകൊണ്ട് 2 തവണ സൂചന നഷ്ടപ്പെടുന്നു. ഇവാൻ ഈ ഘട്ടത്തിലാണ് താഴേക്കിറങ്ങി വന്ന് തന്നെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മൃഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. പുറത്തിറങ്ങി അവളായിരിക്കാൻ ഉപദേശിക്കുന്നു. മൂന്നാമത്തെ അവതരണത്തിൽ റൂബി പതുക്കെ പുറത്തേക്ക് വരുന്നു. ഇത്രയധികം ധൈര്യം കാണിച്ചതിന് കയ്യടികൾ വാരിക്കൂട്ടുന്നു. അവൾക്ക് അന്നു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ സ്റ്റെല്ല അന്നേ ദിവസം ഒരുപാട് ആസ്വദിച്ചതുപോലെ ബോധമില്ലാതെ കിടന്നുറങ്ങുകയായിരുന്നു. എന്തായാലും ഇവാൻ ആ ചെറുപ്പക്കാരൻ ഒരു കാരറ്റ് വരച്ചു കൊടുക്കുന്നു. അവർ അവന്റെ കഴിവ് രഹസ്യമായി സൂക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. തീർച്ചയായും റൂബിക്കും ഒരു കഥ കേൾക്കണം. പക്ഷേ ഇവാൻ ചെറുപ്പമായിരുന്നപ്പോൾ സംഭവിച്ചതൊന്നും ഓർമ്മയില്ല. ഒരു ദുഷ്ടനായ മനുഷ്യൻ ഉപേക്ഷിച്ച് പാലത്തിൽ നിന്ന് വീണ ശേഷം മുങ്ങി മരിക്കാൻ വിട്ടതിനെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് ബോബ് അവന് പകരം ഒരു നിമിഷം പോലും വൈകാതെ അവിടെയെത്തുന്നു. ഇതൊരു നല്ല ഉറക്കം കിട്ടാനുള്ള കഥയേക്കാൾ ഒരു ഹൊറർ സിനിമ പോലെയാണ്. അതിനാൽ ഇവാൻ വീണ്ടും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഇത്തവണ അദ്ദേഹം തന്റെ കഥ പറയുന്നു. നോക്കൂ, ആ വെള്ളിമുതുകു മക്കിലൂടെയും ഭാര്യ ഹെലനിലൂടെയുമാണ് വളർത്തപ്പെട്ടത്. അവൻ ഡയപ്പറുകൾ ധരിച്ചു, അവരുടെ കിടക്കയിൽ ഉറങ്ങി, സിനിമകൾ കണ്ടു, കളിക്കാൻ പാർക്കിൽ പേയാലും പോയിരുന്നു. ആളുകൾ ശ്രദ്ധിച്ചു. നല്ല രീതിയിൽ അവരെ നോക്കുന്നത് നിർത്താൻ കഴിഞ്ഞില്ല. വൈകാതെ തന്നെ അവൻ അവരിൽ കുറേപ്പേരുമായി ചേർന്ന് ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. പക്ഷേ എന്തോ കുഴപ്പമുണ്ടായി. ഇവാൻ ഒരു ഗൊറില്ലയായിരുന്നു. അതുകൊണ്ട് അലങ്കോലമുണ്ടാക്കുന്നതും കൗച്ച് വലിച്ചുകീറുന്നതും അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അവനറിയില്ലായിരുന്നു. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹെലൻ മടുത്തു. അവൾ പേസെടുത്തു വീടുവിട്ടിറങ്ങി. തിരിച്ചുവരാനായിരുന്നില്ല അത് വെറും മാക്കും അവനും മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെയാണ് അവനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഇപ്പോഴത്തെ കൂട്ടിലേക്ക് അവൻ മാറ്റപ്പെട്ടത്. ഇപ്പോൾ റൂബി ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവാൻ അവൾക്ക് ശുഭരാത്രി നേരുന്നു. അവൻ ഒന്നു മയങ്ങുന്നതിന് തൊട്ടുമുൻപ് സ്റ്റെല്ല അവനെ വിളിക്കുന്നു. മന്ത്രിച്ചുകൊണ്ട് അവൾ അവനോടൊരു വാക്ക് വാങ്ങുന്നു. റൂബി അവളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പാക്കണം. ഒരു സ്വതന്ത്ര ജീവിതം. ഇവാൻ ഒരു വെള്ളിമുതുകിന്റെ ജീവനെ സത്യം ചെയ്യുന്നു. സ്റ്റെല്ല തന്റെ തുമ്പിക്കൈ അവന്റെ കൈയിൽ ചുറ്റിപ്പിടിച്ച് അവൾ തന്റെ അവസാന വാക്ക് മൊഴിയുന്നു. വിട. അന്ന് രാത്രി മഴ പെയ്തു. ആകാശം പോലും ദുഃഖിതമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മഴ. സർക്കസിൽ ഇരുട്ട് നിറയുന്നു. ഓരോ മൃഗവും പഴയ ആനയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. ഈ നിമിഷം മക്ക് സ്വയം നിയന്ത്രിക്കുകയും റൂബിയിലേക്ക് പൂർണ്ണ ശ്രദ്ധ തിരിക്കുകയും നാളെ അവളുടെ അഭിനയം മെച്ചപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങാമെന്ന് പറയുകയും ചെയ്യുന്നു. അവസാനം സംഭവിച്ചത് എന്തെന്നാൽ സ്റ്റെല്ല മരിക്കുന്നതിനു മുമ്പ് ഇവാൻ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് ബോബിന്റെ വലിയ വായ അറിഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് റൂബിയും അവളുടെ പ്രതീക്ഷകളും കൈകാര്യം ചെയ്യേണ്ടിവരും. ഇവാൻ ആദ്യം ആശയക്കുഴപ്പത്തിലാകുന്നു. കാരണം എങ്ങോട്ട് പോകണമെന്നോ മാക്കിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നോ അവനറിയില്ല. ഈ ആശയക്കുഴപ്പത്തിൽ അവൻ ഉറങ്ങിപ്പോകുന്നു. ബോബ് അവനെ ഉണർത്തുന്നത് വരെ നക്കുന്നു. മിശ്രൈനം നായ ഇവാനുവരെ മാക്ക് റൂബിയെ ഷോയ്ക്ക് വേണ്ടി ചില പുതിയ തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതെങ്ങനെയെന്ന് കാണിക്കുന്നു. ചെറിയ ആനക്കുട്ടിക്ക് ലളിതമായ തന്ത്രങ്ങൾ പോലും ശരിയായി വഴങ്ങുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ മാക്ക് അതിനെ വെറുതെ വിടുന്നില്ല. അവൻ ഉച്ചതിരിഞ്ഞ് വളരെ വൈകുവോളം അവളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. റൂബിക്ക് ക്ഷീണമുണ്ടെന്ന് മറ്റെല്ലാവർക്കും വ്യക്തമാണ്. ജൂലിയ ഇത് അവളുടെ അച്ഛനെ അറിയിക്കുന്നു. അദ്ദേഹം റൂബിയെ തന്റെ മുതലാളിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്നില്ല. മാക്ക് ആനക്കുട്ടിയെ തള്ളുന്നത് തുടരുന്നു. ഓരോ തവണയും ഇവാൻ കൂടുതൽ ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് റൂബി ഒരു സ്ഫോടന ജല ബലൂൺ പോലെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ചീറ്റി തിരിച്ചടിക്കുന്നു. അത്മാക്കിന്റെ വിഗ് പറത്തിക്കളയുന്നു. നാണക്കേട് അവനെ അത് മതിയാക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നീട് ഹൈവേയുടെ അപ്പുറത്തുള്ള വനത്തിലേക്ക് തനിക്കും റൂബിക്കും രക്ഷപ്പെടാനായി കൂട്ടിലടച്ചതിന്റെ താക്കോൽ ജൂലിയെക്കൊണ്ട് എടുപ്പിക്കാൻ ഇവാൻ ഒരു പദ്ധതിയിടുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതി വിജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അതൊരു കഥാരൂപേണ റൂബിയോട് പറയുന്നു. ആ കഥയിലെ ആൻ ഒടുവിൽ സ്വതന്ത്രനാകുമെന്നും അവൾക്ക് ഉറപ്പ് നൽകുന്നു. പിറ്റേന്ന് ജൂലിയ എത്തിയപ്പോൾ ഇവാൻ അവളുടെ ശ്രദ്ധ ഒരു താക്കോലിന്റെ ചിത്രത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താൻ വരച്ച ചിത്രങ്ങൾ കാണിച്ചു. ക്ഷമിക്കണം, അവൾക്ക് ശരിയായി ഒന്നു നോക്കുന്നതിന് മുൻപ് തന്നെ മാക്ക് അകത്തേക്ക് വരികയും ഡ്രോയിംഗുകളിലൂടെ സ്ക്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇവാൻ അവരെ വരച്ചതാണെന്ന് അയാൾ കണ്ടെത്തുന്നു. കൂടാതെ ഒരു വരക്കുന്ന ഗൊറില്ലയുടെ വാർത്ത മാധ്യമങ്ങൾ ആഘോഷിക്കുമെന്ന് നന്നായി അറിയാവുന്ന അയാൾക്ക് ഉടനടി ഒരു വെളിപാടുണ്ടാകുന്നു.
അവൻ പറഞ്ഞത് ശരിയായിരുന്നു. വാർത്താ മാധ്യമങ്ങൾ ഈ കഥ ഒരു പറക്കും തളിക കണ്ടതുപോലെ കൊണ്ടുനടക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കസ് ഷോകൾ വിറ്റുതീരാൻ തുടങ്ങി. ബോബ് ഇവാന്റെ ശ്രദ്ധ ജനക്കൂട്ടത്തിലേക്ക് ക്ഷണിച്ചു. സ്റ്റെല്ലക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തതിനെക്കുറിച്ചുള്ള ചിന്ത അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ മറ്റുള്ളവരെപ്പോലെ അവനത്ര ആവേശത്തിലില്ല. ആവേശത്തോടെ മാക്ക് വേദിയിലേക്ക് കയറി എക്സിറ്റ് എത്തിലെ കലാകാരനായ കുരങ്ങൻ ഇവാൻ എന്ന് പരിചയപ്പെടുത്തുന്നു. ഇവാൻ ഒഴികെ എല്ലാവർക്കും വിളിപ്പേര് ആകർഷകമായി തോന്നുന്നു എന്നത് വളരെ കഷ്ടമാണ്. ഒരു ക്യാൻവാസും കുറച്ച് ക്രയോണുകളും അവൻ സമ്മാനിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിയുന്നു. പക്ഷേ അവൻ മാക്കിനെ കൂക്കി വിളിക്കുന്നു. റിംഗ് മാസ്റ്റർ ഇവാൻ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനു മുമ്പേ ഒരു താൽപര്യവുമില്ലാത്ത പെൺകുട്ടിയെപ്പോലെ സിൽവർ ബാക്ക് നടന്നുപോകുന്നു. പിന്നീട് മാക്ക് അലറിക്കൊണ്ട് അകത്തേക്ക് വരുന്നു. ബോബ് ഒരു മൂലയിൽ ഒളിച്ചിരിക്കുന്നത് കാണുന്നു. നായെ വീണ്ടും കണ്ടാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ കാസ്റ്റെല്ലോയെ വീണ്ടും വിളിക്കുന്നു. അന്ന് രാത്രി കാസ്റ്റെല്ലോ ബോബിനെ പിടികൂടാനായി ഒരു വല തയ്യാറാക്കുമ്പോൾ ഇവാൻ മറ്റൊരു പദ്ധതിയിരുന്നു. ഇത് വിജയിക്കണമെങ്കിൽ ബോബിന്റെ സഹായം ആവശ്യമാണെന്ന് അവൻ വിശദീകരിക്കുന്നു. പദ്ധതിയിട്ടതുപോലെ ബോബ് ആദ്യം കാസ്റ്റെല്ലോയെ സമീപിക്കുകയും ഉടൻ തന്നെ മെരുക്കുന്നയാൾ അവനെ പിന്തുടരാൻ വേണ്ടി അവന്റെ പിൻഭാഗത്ത് കടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പതിവുപോലെ അവൻ എവാന്റെ കൂട്ടിലേക്ക് ഓടുന്നു. പക്ഷേ ഇത്തവണ വെള്ളിവരയൻ ഉറങ്ങുന്നതായി നടിക്കുന്നു. ഇതുകണ്ട കാസ്റ്റെല്ലോ കൂട്ടിക്കുള്ള താക്കോൽ എടുത്ത് അകത്തുകയറി വലയുമായി ബോബിനെ സമീപിക്കുന്നു. ഇവാൻ ഈ സമയം ചാടിയിറങ്ങാൻ തിരഞ്ഞെടുക്കുന്നു. അയാളുടെ വലുപ്പം കൊണ്ട് മാത്രം കാസ്റ്റെല്ലോയെ ഭയപ്പെടുത്തുന്നു. പാവം മെരുക്കുന്നയാൾ നിമിഷങ്ങൾക്കകം ബോധം കെട്ടുവീഴുന്നു. ഇവാൻ കാസ്റ്റെല്ലോയെ കൂട്ടിലടച്ചു. റൂബിയുടെ അടുത്തേക്ക് ഊഞ്ഞാലാടി ചെന്ന് അവർ കാട്ടിലേക്ക് പോകുകയാണെന്ന് അറിയിക്കുന്നു. മറ്റ് മൃഗങ്ങളെക്കുറിച്ച് അവൾ ചോദിക്കുന്നു. അതിനാൽ ഇവാൻ അവയെ എല്ലാം മോചിപ്പിക്കാനായി തിരികെ പോകുന്നു. അവർ ഒരുമിച്ച് പുറത്തേക്കുള്ള വഴി കണ്ടെത്തുന്നു. ബോബ് സ്നിക്കേഴ്സിനെ തങ്ങളോടൊപ്പം വരാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ കാട്ടിൽ 2 മിനിറ്റ് പോലും അതിജീവിക്കില്ലെന്ന് പൂഡിലിന് ഉറപ്പാണ്. അങ്ങനെ തോന്നുന്നു ആർക്കെങ്കിലും ഹൃദയം പോലെ അവൾക്ക് ബ്ലോ ഡ്രെയർ അത്രയും അത്യാവശ്യമാണ്. ഡെൽമ തത്ത വാതിലിലിടിച്ചു വീഴുന്നത് തുടരുകയാണ്. വാതിൽ പൂട്ടിയിരിക്കുകയാണെന്ന് ബോബ് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു നിമിഷത്തേക്ക് അവർക്കെല്ലാം ഒരു പ്രതീക്ഷയുമില്ലെന്ന് തോന്നുന്നു. ബോബ് ഇവാൻ 400 പൗണ്ടിലധികം ഭാരമുള്ള ഒരു വെള്ളിമുതുക് ഗോറില്ലയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതുവരെ അത് അങ്ങനെയായിരുന്നു. ഇവാൻ വാതിൽക്കലേക്ക് ആഞ്ഞടിച്ച് തകർക്കുന്നു. വാതിൽ അതിന്റെ കുറ്റിയിൽ നിന്ന് തെറിച്ചുപോകുന്നു. അലാറം മുഴങ്ങുമ്പോൾ പുറം ലോകം എങ്ങനെയിരിക്കുന്നുവെന്ന് അത്ഭുതത്തോടെ നോക്കാൻ ജീവനക്കാർ 1.5 നിമിഷമെടുക്കുന്നു. അപ്പോഴാണ് ബോബ് അവർക്ക് വഴി കാണിച്ചു തരാമെന്ന് ഉറക്കെ പറയുന്നത്. അവർ ഒരു ചിന്തയുമില്ലാതെ ആ തെരുവുനായെ പിന്തുടരുന്നു. പിന്നീട് കൂട്ടിൽ നിന്ന് കാസ്റ്റെല്ലോ മാക്കിനെ വിളിക്കുന്നു. സർക്കസിൽ ഒരു മൃഗവും ഇല്ലെന്ന് പറഞ്ഞതും കഷണ്ടിക്കാരന്റെ കണ്ണുകളിൽ നിന്ന് ഉറക്കം പമ്പകിടക്കുന്നു. ഇപ്പോൾ റോഡ് മുറിച്ചുകിടക്കാനുള്ള സമയമാണ്. മർഫിയുടെ അഗ്നിശമന സേന വാഹനം കുടുങ്ങിപ്പോകുന്നു. അവൻ അതിൽ ഇത്രയും കാലമായി ജീവിക്കുന്നു. എങ്ങനെ പുറത്തുകിടക്കാമെന്ന് പോലും അവൻ മറന്നുപോയി. അതിനെ സ്വതന്ത്രമാക്കാൻ പാടുപെടുമ്പോൾ ഒരു കാർ അതിവേഗത്തിൽ വരുന്നു. പാവം മുയൽ ജീവനുവേണ്ടി നിലവിളിക്കുന്നു. അവസാന നിമിഷം ഇവാൻ പെട്ടെന്ന് ചാടിവീണ് അവനെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ട്രക്ക് തകർന്ന് തരിപ്പണമായി. അവർ കുറ്റിക്കാട്ടിലേക്ക് കടന്ന് നിമിഷങ്ങൾക്കകം മാക്ക് പരിഭ്രാന്തിയോടെ അവിടെയെത്തുന്നു. അവൻ സ്വന്തമായി എല്ലാ ഒഴിഞ്ഞ കൂടുകളും കാണുന്നു. കാസ്റ്റെല്ലോയെ മോചിപ്പിക്കാൻ പോലും അവൻ താൽപ്പര്യമില്ല. അതിനിടയിൽ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തിലാണ്. ഒടുവിൽ മെർഫി സ്വന്തം കാലിൽ ചാടുന്നത് അവർ ആസ്വദിക്കുന്നു. അവർ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറ്റിച്ചെടികളെയും മരങ്ങളെയും അഭിനന്ദിക്കുന്നു. കഷ്ടം, പ്രപഞ്ചത്തിന് മറ്റ് ചില പദ്ധതികളുണ്ട്. കുറ്റിക്കാടുകൾ കടന്നതിനുശേഷം ഇവാൻ വീണ്ടും ബിഗ് തോപ്പ് മാളിനു മുന്നിൽ എത്തിച്ചേരുന്നു. ഖറത്തവരയാമ നഗരത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ വനത്തിലൂടെ അവരെങ്ങനെ നടന്നുപോയെന്ന് തോന്നുന്നു. അവരെല്ലാവരും അവിടെ മിണ്ടാതെ നിൽക്കുമ്പോൾ മൂഡ് പെട്ടെന്ന് മ്ലാനതയിലേക്ക് മാറുന്നു. ഇവാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടോർച്ചുമായി ആരോ അടുത്തുവരുന്നത് അവർ കണ്ടു. അവൻ മറ്റുള്ളവരോട് ഉടൻ ഒളിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാരനെ ഭയപ്പെടുത്താൻ ഉറക്കെ മുരളുന്നു. ഈ സമയത്താണ് മാക്ക് സ്വയം പരിചയപ്പെടുത്തുന്നതും ഇവാൻ ശാന്തനാകാൻ ശ്രമിക്കുന്നതും. അവരിലാർക്കും സുരക്ഷിതത്വമില്ലെന്നും ഗൊറില്ല റൂബിയെ അപകടത്തിലാക്കുകയാണെന്നും അയാൾ വിശദീകരിക്കുന്നു. കുറച്ചുനേരം ആലോചിച്ച ശേഷം ഇവാൻ സമ്മതിക്കുന്നു. അവരെല്ലാവരും സർക്കസിലേക്ക് മടങ്ങിയെത്തുന്നു. അവരെ നോക്കി മക്ക് ഉറങ്ങിപ്പോകുന്നു. ജോർജ് നേരത്തെ വന്ന് എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കാനായി എഴുന്നേൽപ്പിച്ചു. രക്ഷപ്പെടലിനെക്കുറിച്ച് പുറത്തെറിഞ്ഞാൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടിവരുമെന്ന് മക്ക് വ്യക്തമാക്കുന്നതായി അയാൾ പരിശോധിക്കുന്നു. ജോർജിന് ഇത് മനസ്സിലായി. അതിനാൽ അവൻ മാക്കിനെ ടാഗ് ഓട്ട് ചെയ്യുന്നു. അതേസമയം റൂബി അവളുടെ 20 ചോദ്യങ്ങൾ വീണ്ടും തുടങ്ങുന്നു. വന്യത ശരിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അവൾ അവനെ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നു. റൂബിക്ക് താനൊന്നും ഓർക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും അവൾക്ക് വിശ്രമം കൊടുക്കാത്തതുകൊണ്ട് വെള്ളിമുതുക് നിറയെ നിരാശ പടരുന്നു. ബോബ് അവനെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നു. ഓർമ്മിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരോപിക്കുന്നു. കുറ്റബോധം തോന്നിയ ഇവാൻ അത് പരീക്ഷിക്കാൻ സമ്മതിക്കുന്നു. അവൻ എപ്പോഴും ചെളി തേടി നടന്നതുകൊണ്ട് അവന്റെ മാതാപിതാക്കൾ അവനെ ചെളിയ എന്ന് വിളിച്ചിരുന്നത് അവൻ ഓർക്കുന്നു. അവൻ കിട്ടിയ സ്ഥലത്തെല്ലാം ചെളി കൊണ്ട് വരയ്ക്കുമായിരുന്നു. കൂട്ടുകാർ മരത്തിൽ കയറുമ്പോൾ അവൻ ദിവസം മുഴുവൻ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു അവന്റെ സ്വന്തം രസകരമായ കാര്യത്തെക്കുറിച്ചുള്ള നിർവചനം. അവന്റെ അച്ഛന് അത് വിചിത്രമായി തോന്നി. നെഞ്ചിൽ ഇടിക്കാൻ പഠിപ്പിക്കാൻ പോലും ശ്രമിച്ചു. പക്ഷേ ആദ്യ ശ്രമത്തിൽ തന്നെ ഇവാൻ ചെളിയിൽ വീണു. അവൻ തന്റെ സഹോദരി താഗുമൊത്തുള്ള കളികൾ എത്രത്തോളം ഇഷ്ടമായിരുന്നുവെന്ന് വാതോരാതെ പറയുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളുടെ പേരാണ് കുട്ടികൾക്ക് ഇട്ടതെന്ന് മനസ്സിലായി.
ഈ സമയത്ത് റൂബി ഇവാന്റെ കഥയ്ക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് താഗ് എത്ര രസകരമായിരിക്കുമെന്ന് പറയുന്നു. അവൾ പിന്നീട് ഇവാന്റെ സഹോദരി എവിടെയാണെന്ന് ആശ്ചര്യപ്പെടുന്നു. വെള്ളിമുതുക് തന്റെ കഥ തുടരുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ റൂബി നിർബന്ധിക്കുന്നു. ഇവാൻ ഒരു ദിവസം കുറച്ച് ചെളി ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് കാർ പെട്ടെന്ന് നിശബ്ദമായത്, അതും വല്ലാതെ. ഒരു നിമിഷം കൊണ്ട് നുഴഞ്ഞുകയറ്റക്കാർ ഗൊറില്ലകളുടെ നേരെ പാഞ്ഞെടുത്തു. ഇവാന്റെ അച്ഛന് അവനെ സ്വന്തം മുതുകിലേക്ക് എറിയുകയല്ലാതെ മറ്റ് മാർഗമില്ലാതായി. അവൻ ജീവൻമരണ പോരാട്ടം പോലെ ഓടി, കാരണം അത് അങ്ങനെയായിരുന്നു. ദൗർഭാഗ്യവശാൽ അവർ അവരുടെ സംഘത്തിലെ മറ്റ് അംഗങ്ങളിൽ നിന്ന് വേർപെട്ടുപോയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ അവനെ ഒരു മരത്തിൽ ഒളിപ്പിച്ചു, അവരെ രക്ഷിക്കാൻ നെഞ്ചിൽ ആഞ്ഞടിച്ചു. ഇതുകാരണം അവനൊരു വെടിയേറ്റു. ഈ ഒരൊറ്റ നിമിഷം കൊച്ചുവാനിന്റെ മനസ്സിൽ തങ്ങിനിന്നു. അതിനുശേഷം അവൻ തന്റെ സൈനിക സംഘത്തിലെ ഒരംഗത്തെ പോലും കാണാൻ കഴിഞ്ഞില്ല. പോരാടാൻ തക്ക ശക്തിയില്ലാത്തതിൽ അവൻ ഇപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നു. റൂബി, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്റ്റെല്ലയുടെ സ്ഥാനത്ത് ഇവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അവന്റെ അച്ഛൻ അവനെ ഇപ്പോഴുള്ള രീതിയിൽ സ്നേഹിച്ചിരിക്കണം എന്ന് വിശദീകരിക്കുന്നു. കാട്ടിലേക്ക് ചേരാനുള്ള അവരുടെ പരാജയപ്പെട്ട ശ്രമത്തിനു ശേഷം എല്ലാവരും ഇപ്പോഴും മുറിവുകൾ ഉണക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ജൂലിയ അവളുടെ അമ്മായിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പെയിന്റുമായി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അവൾ അത് ഇവാൻ സമ്മാനിക്കുകയും അവന്റെ അടുത്തായി ഇരിക്കുകയും ചെയ്യുന്നു. ഹൃദയം തുറന്നുള്ള ഒരു ആത്മഗതത്തിലേക്ക് കടക്കാൻ തയ്യാറായി. വാക്കുകളില്ലാതെ തന്നെ ഇവാൻ ഇനി സർക്കസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ സഹായിക്കാൻ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നതിൽ അവൾ വെറുക്കുന്നു. ദുഃഖിതനായി വെള്ളിമുതുക് തന്റെ ഇടത്തേക്ക് മടങ്ങുന്നു. അന്ന് രാത്രി വെള്ളം വെച്ച് കളിക്കുമ്പോൾ ഒരുകാലത്ത് താൻ സ്വന്തം കൈകൾ കൊണ്ട് വരച്ചിരുന്നത് അവനോർമ്മ വന്നു. ഇത് ഇവാന്റെ മനസ്സിൽ ഒരു തീ ആളിക്കത്തിക്കുകയും ജൂലിയ കൊടുത്ത പെയിന്റ് എടുക്കാൻ അവൻ തിടുക്കത്തിൽ മടങ്ങുകയും ചെയ്യുന്നു. ഇവാൻ രാത്രി മുഴുവൻ ചിത്രം വരയ്ക്കുന്നു. അതിൽ മുഴുകി അവൻ താഴേക്ക് വരുന്നില്ല. അതിനിടെ മാക്ക് വീട്ടിൽ നിന്ന് വണ്ടിയോടിച്ച് തന്റെ ബൂത്തിലെത്തി കുറച്ച് മേക്കപ്പ് ഇടുകയും പ്രാദേശിക വാർത്താ റിപ്പോർട്ടറായ കാൻഡേസുമായി ഒരു അഭിമുഖം നടത്താൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. എക്സിറ്റ് എത്തിലെ കലാപരമായ കുരങ്ങനെക്കുറിച്ചുള്ള അഭിമുഖമാണെന്ന് കരുതി അയാൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി മൃഗങ്ങൾ രക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ് വിഷയം. ഇത് മക്ക് തൽക്ഷണം നിഷേധിക്കുകയും ഇങ്ങനെയൊന്ന് വിശ്വസിച്ചതിന് റിപ്പോർട്ടറെ പരിഹസിക്കുകയും ചെയ്യുന്നു. അവൻ സമർത്ഥമായി ആ സാഹചര്യത്തിൽ നിന്ന് വഴുതിമാറി തന്റെ മകൾക്ക് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന തിരക്കിലായിരുന്ന ജോർജിനെ സമീപിച്ചു. പുറത്ത് റിപ്പോർട്ടർ ഉണ്ടെന്നും എന്തെങ്കിലും ചോർന്നാൽ കട അടച്ചുപൂട്ടേണ്ടിവരുമെന്നും മുന്നറിയിപ്പ് നൽകി മാക്ക് അവന്റെ ശ്രദ്ധ മാറ്റുന്നു. തുടർന്ന് ഫ്രാങ്കി വേദിയിൽ പാടാനായി കയറുന്നു. പക്ഷേ ഇവാൻ ഇപ്പോഴും ചിത്രം വരയ്ക്കുന്ന തിരക്കിലാണ്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മറ്റുള്ളവർ മുകളിലേക്ക് പോകുന്നു. ഇവാൻ ഇപ്പോഴും വരയ്ക്കുകയാണ്. റൂബി അവതരിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് അടുത്തത് ഇവാൻ ആണെന്ന് വ്യക്തമാണ്. വിഷമിച്ച ബോബ് തന്റെ കൂട്ടുകാരനെ നോക്കാൻ മുകളിലേക്ക് പോകുന്നു. അവൻ കാണുന്നത് അവനെ അത്ഭുതപ്പെടുത്തുന്നു. മാക്ക് പതിവുപോലെ ആമുഖം നൽകുന്നു. ഇത്തവണ സിൽവർ ബാക്കിനെ ഒരു പ്രൈമേറ്റ് പിക്കാസോ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തായാലും മൂടുപടം മാറ്റിവെച്ച് ജൂലിയ ആവാനിലേക്ക് സ്പോട്ട് ലൈറ്റ് അടിക്കുന്നു. ഒരു ഗൊറില്ലയെ കാണുന്നതിനു പകരം കൂട്ടം കൂടി നിന്ന ആളുകൾ അവന്റെ മനോഹരമായ വനത്തിന്റെ കൈകൊണ്ടുള്ള പെയിന്റിംഗിൽ അത്ഭുതപ്പെട്ടു. തഴച്ചുവളരുന്ന വനം, നീരുറവകൾ, ധാരാളം സൂര്യപ്രകാശം എന്നിവ അതിലുണ്ടായിരുന്നു. ഇവാന്റെ പ്രതിഭയിൽ മതിമറന്ന് ജനക്കൂട്ടം നിശബ്ദരാകുന്നു. നിമിഷങ്ങൾക്കകം ആർത്തലച്ചുള്ള കരഘോഷം അന്തരീക്ഷം നിറയ്ക്കുന്നു. നിശബ്ദമായി അവൻ തന്റെ രോമം കൊണ്ട് കടലിന്റെ ഒരു ഭാഗം തുടച്ച് ജൂലിയെ നേരെ നോക്കുന്നു. അവൾ ഇതിൽ മയങ്ങിപ്പോകുന്നു. അവന്റെ കണ്ണുകളിൽ എന്തോ കാണുന്നതുപോലെ അവൾക്ക് അവനെ നോക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല. പിന്നീട് അവൾ തന്റെ ജോലി ഉപേക്ഷിച്ച് ആവേശത്തോടെ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ആദ്യം ഇവാൻ വരച്ച ചിത്രം കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സംഭാഷണം തുടങ്ങുന്നത്. ജോർജ് ഇത് മനോഹരമാണെന്ന് സമ്മതിക്കുന്നു. അതിനാൽ ഇവാൻ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ജൂലിയ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇത് അവളുടെ അച്ഛനെ വിഷമകരമായ ഒരിടത്ത് എത്തിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്നതിന് അവനൊരുക്കമല്ല, എന്നാൽ മകൾ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണമെന്ന് അവനുണ്ട്. ജോർജ് തന്റെ കുട്ടി തന്നോട് എന്താണ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നു. അവൾ പ്രവേശന കവാടത്തിനടുത്തുള്ള റിപ്പോർട്ടർ കാൻഡേസിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനുശേഷം അവനൊന്നും മിണ്ടാതായി. അതേക്കുറിച്ച് ആലോചിക്കാനായി കുറച്ചു സമയം എടുത്തു. തന്റെ കുട്ടിയുടെ കണ്ണുകളിലെ തിളക്കം കണ്ടില്ലെന്ന് നടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതിനാൽ അയാൾ അവളെ യാത്രയാക്കി. ഒരു സംശയവുമില്ലാതെ ജൂലിയ റിപ്പോർട്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അടുത്ത ദിവസം തന്നെ പ്രതിഷേധക്കാർ മാളിന് മുന്നിൽ ഒത്തുകൂടി. ഇവാൻ, റൂബി എന്നിവരെ മോചിപ്പിക്കണമെന്ന് ആക്രോശിച്ചു. മാക്ക് ഇപ്പോഴും വീട്ടിലുണ്ട്. ന്യൂസിൽ അതേക്കുറിച്ച് കേൾക്കുമ്പോൾ അവൻ കുറച്ച് ടോസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ഇവാന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള അന്വേഷണത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രത്തെക്കുറിച്ച് കാൻഡേസ് പ്രചരിപ്പിച്ചു. എല്ലാവരും അത് വിശ്വസിച്ചു. സർക്കസിൽ റൂബി എന്ന പെൺകുട്ടി എല്ലാവരും എന്തിനാണ് അവളുടെ പേര് വിളിച്ചു പറയുന്നത് എന്ന് അത്ഭുതപ്പെടുന്നു. പുറത്തുള്ള ആളുകൾ അവരോട് ദേഷ്യത്തിലാണോ എന്ന് അവൾ ഇവാനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി അവരെ സഹായിക്കാനാണ് തങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നതെന്ന് അയാൾ അവളെ മനസ്സിലാക്കുന്നു. തുടർന്ന് സ്റ്റെല്ല പറഞ്ഞത് അവളോർമ്മിപ്പിക്കുന്നു. കാടിന്റെ സൗന്ദര്യം അവരെ കാണിക്കാൻ മാത്രമാണ് ആ വയസ്സൻ ആന ആഗ്രഹിച്ചതെന്നും കൂട്ടിച്ചേർക്കുന്നു. വൈകാതെ തന്നെ ബിഗ് ടോപ്പ് സർക്കസ് എന്നേക്കുമായി അടച്ചുപൂട്ടും. മാക്ക് തന്റെ സാധനങ്ങൾ എടുത്തുമാറ്റുമ്പോൾ പിണങ്ങിയിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായില്ല. അടുത്ത ദിവസം വന്യജീവി നിയന്ത്രണ ഉദ്യോഗസ്ഥർ മറ്റ് മൃഗങ്ങളെ കൊണ്ടുപോകാൻ വരുന്നു. അതിനാൽ ഫ്രാങ്കിയും ഹെൻറിയറ്റയും അവരോട് വിട പറയുന്നു. റൂബിയുടെ 20 ചോദ്യങ്ങളും ഇതുവരെ ചോദിച്ച് തീർന്നിട്ടില്ല. അവൾ പോകുന്നിടത്ത് മറ്റ് ആനകളുണ്ടാകുമോ എന്നും അവരെ തനിക്ക് ഇഷ്ടപ്പെടുമോ എന്നും അവൾ ചോദിക്കുന്നു. അവൾക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് അവൾ ഭയപ്പെടുന്നു. അതിനു മറുപടിയായി അവൾ പറയുന്നത് അസംബന്ധമാണെന്നും എന്തായാലും അവൾ അതിമനോഹരിയാണെന്നും ഇവാൻ ഉറപ്പു നൽകുന്നു. സർക്കസിൽ താൻ കണ്ടുമുട്ടിയ എല്ലാവരെയും കുറിച്ച്, പ്രത്യേകിച്ച്
സ്റ്റെല്ലയെക്കുറിച്ച് മറ്റ് ആനകളോട് പറയാമെന്നും അവൾ വാഗ്ദാനം ചെയ്യുന്നു. ആ പഴയ ആനയെ ഓർമ്മിക്കാനായി ഒരൽപ്പം സമയം എടുത്ത ശേഷം വന്യജീവി സംരക്ഷണ വിഭാഗത്തിലെ ഡോക്ടർമായ ഒരു പലഹാരവുമായി റൂബിയെ അടുത്തു വിളിക്കുന്നു. ആന അംഗീകാരത്തിനായി ഇവാനിലേക്ക് നോക്കുന്നു. അവൻ തലയാട്ടി സമ്മതം മൂളുന്നു. റൂബി ഡോക്ടറോടൊപ്പം നടന്നുപോകുന്നതുവരെ അവരിരുവരും പതുക്കെ നടക്കുന്നു. പിന്നീട് അവർക്ക് അവരവരുടെ വഴിക്ക് പിരിയേണ്ടി വരുന്നു. ഇരുവരും മാത്രമേ ഉണ്ടാകൂ എന്നതിനാൽ ആശ്വാസത്തിനായി മാർക്കസ് നിക്കേഴ്സിനെ ആശ്രയിക്കുന്നു. അതേസമയം ബോബിന് ഇനി വയറിറസി ഉറങ്ങാൻ ഇവാന്റെ വയറുണ്ടാകില്ലല്ലോ എന്ന ദുഃഖത്തിൽ അവൻ ഒളിഞ്ഞുകേറി അവനോട് യാത്ര പറയുന്നു. ഏതാണ്ട് ഉടൻ തന്നെ സിൽവർബാക്ക് ജൂലിയ സമ്മാനമായി നൽകിയ നോട്ടാഗ് എന്ന സ്റ്റഫ് ചെയ്ത ഗൊറില്ലയെ അവൻ കൈമാറി. അവൻ പറയുന്നത് അത് നായെ ഉറങ്ങാൻ സഹായിക്കാനാണെന്നും ഈ പ്രവൃത്തി ആരും ശ്രദ്ധിക്കാതെ പോകുന്നില്ല എന്നുമാണ്. ബോബിനെ പൗണ്ടിലേക്ക് അയക്കുന്നതിനു മുമ്പ് അവൻ പിരിയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പുറത്തേക്കിറങ്ങുമ്പോൾ താനാണ് ഒരേയൊരു ആവനെന്ന് അവൻ വെള്ളിമുതുക് കാവൽക്കാരനെ ഓർമ്മിപ്പിക്കുന്നു. ഈ മനോഹരമായ നിമിഷം മാക്ക് തടസ്സപ്പെടുത്തുന്നു. അതിനാൽ ബോബ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. റിംഗ് മാസ്റ്റർക്ക് ആരെയും പിന്തുടരാൻ ഒട്ടും താൽപ്പര്യമില്ല. പക്ഷേ ബോബ് സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നു. മാക്ക് ഇവാന്റെ കൂടെയിരുന്നു പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. ആദ്യമായി അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എത്ര സന്തോഷമുണ്ടായിരുന്നു എന്നും അവൻ ഓർത്തു. അവൻ അത് തെളിയിക്കാൻ ഒരു നല്ല ചിത്രം പോലും എടുത്തു കാണിക്കുന്നു. ഇവാൻ അവന്റെ അടുത്തേക്ക് നടക്കുന്നു. അവർ പരസ്പരം അറിയാവുന്നതുപോലെ നോക്കുന്നു. കൂടാതെ ഓരോ ഷോയുടെയും മുൻപ് പതിവായി ചെയ്യുന്നതുപോലെ നെറ്റികൾ തമ്മിൽ ചേർക്കുന്നു. പുറത്തുപോകുമ്പോൾ ഇവാൻ മിസ് ചെയ്യുമെന്ന് മാക്ക് സമ്മതിക്കുന്നു. അവൻ ഒരു മൂക്കൊലിപ്പ് കടിച്ചമർത്തി എന്നിട്ട് തന്റെ കൂട്ടിലേക്കുള്ള ഗേറ്റ് തുറന്നു. ഡോക്ടർ മായ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇത്തവണ അവാനെ പിരിച്ചിടാൻ തക്ക വലുപ്പമുള്ള ഒരു കൂട്ടിയുമായാണ് വരവ്. കൈകൾ ഗ്ലാസിൽ ചേർത്തുവെച്ച് അവൾ ആ വെള്ളിമുതുക്കുരങ്ങനെ സമാധാനിപ്പിക്കുന്നു. അവൻ സ്വാതന്ത്ര്യം നൽകാനുള്ള സമയമായെന്ന്. കൂട്ടിലേക്ക് നടന്നുപോവുകയും ഉറങ്ങുകയും ചെയ്യുന്നതിനു മുൻപ് ഇവാൻ ചുറ്റും നോക്കാൻ ഒരൽപ്പം സമയം കണ്ടെത്തുന്നു. അവൻ ഉണരുമ്പോഴേക്കും അവൻ സ്വയം ഒരു വെളുത്ത മുറിയിൽ കണ്ടെത്തുകയും ഒരു കൂട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെട്ടതായിരിക്കാമെന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു. ഒരു ഭ്രാന്തമായ വെപ്രാളത്തോടെ അവൻ തന്റെ ഭാരം മുഴുവൻ എക്സിറ്റിലേക്ക് ഇട്ട് ആഞ്ഞുതള്ളി. വീണ്ടും അത് സംഭവിക്കാറായതാണ്. മായുടെ ശബ്ദം കേട്ട് ആ വെളുത്ത മുറി അവന്റെ വീടല്ലെന്ന ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് അവൻ ഒടുവിൽ നിൽക്കുന്നത്. ഒരു ബട്ടൺ അമർത്തുമ്പോൾ വാതിൽ മുഴുവനായി മുകളിലേക്ക് ചുരുളുന്നു. ഒരുപാടുകാലത്തിനു ശേഷം ആദ്യമായി ഇവാൻ സൂര്യരശ്മി തന്റെ മുഖത്ത് തട്ടുന്നത് അറിയുകയും കൃതജ്ഞതയോടെ അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവൻ ആദ്യം ഒരു കാൽ പുറത്തേക്കിട്ട് പുല്ലിന്റെ തണുപ്പ് അറിയുന്നു. എന്നിട്ട് ഒരു പൂവ് മണക്കാനായി പൂർണ്ണമായി പുറത്തിറങ്ങുന്നു. ഈ ചെറിയ കാര്യങ്ങൾ അവനോട് ഒരുപാട് സംസാരിക്കുന്നു. അതിൽ ഏറ്റവും ഉച്ചത്തിലുള്ളത് അവൻ വലിയ മൃഗശാലയിൽ ചുറ്റിക്കറങ്ങുന്ന മറ്റൊരു ഗൊറില്ല കുടുംബത്തെ കാണുമ്പോഴാണ്. അകലെ ആനകൾ ചിഹ്നം വിളിക്കുന്ന ശബ്ദം കേട്ട് ശ്രദ്ധ തെറ്റിയ ഇവാൻ എല്ലാം ഉപേക്ഷിച്ച് ആ ശബ്ദത്തിന് പിന്നാലെ ഓടുന്നു. അയാൾ ആ ദിശയിലുള്ള ഒരു മരത്തിലേക്ക് കയറുന്നു. മുകളിൽ എത്തിയപ്പോൾ ബി ആനക്കൂട്ടത്തിനിടയിൽ കളിക്കുന്നത് കാണുന്നു. ഇവാൻ ആകാശത്തേക്ക് നോക്കി സ്റ്റെല്ലയോട് പറയുന്നു താൻ കൊടുത്ത വാക്ക് പാലിച്ചെന്നും റൂബി ഒടുവിൽ സ്വതന്ത്രയായെന്നും. ഇവാന്റെ കഥ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, യഥാർത്ഥ ഇവാൻ 1962 മധ്യ ആഫ്രിക്കയിൽ വേട്ടക്കാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെ സ്നേഹനിധിയായ ഒരു കുടുംബത്തോടൊപ്പം താമസിക്കാൻ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. വലുതായപ്പോൾ വാഷിംഗ്ടണിലെ ടാക്കോമയിലേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹം ഒരു ഷോപ്പിംഗ് മാളിലെ ആകർഷണമായി മാറുകയും 27 വർഷം അടച്ചിട്ട മുറിയിൽ കഴിയുകയും ചെയ്തു. അദ്ദേഹം അവിടെ വെച്ചാണ് ചിത്രം വരയ്ക്കാൻ പഠിച്ചത്. 1994 അദ്ദേഹത്തെ മെച്ചപ്പെട്ട ഒരിടത്തേക്ക് മാറ്റാൻ നാട്ടുകാർ പ്രതിഷേധിച്ചു. പ്രതിഷേധം വിജയകരമായിരുന്നു. ഇവാൻ അറ്റ്ലാന്റ മൃഗശാലയിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ ചുറ്റിക്കിറങ്ങാൻ ആവശ്യത്തിലധികം ഏക്കറുകളുണ്ട്. വളരെ കഴിഞ്ഞ് ബോബ് ഒട്ടും പ്രതീക്ഷിക്കാതെ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്നു. ഇവാൻ ആദ്യം താൻ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു ശുനകൻ അവകാശപ്പെടുന്നത് തനിക്ക് ഒളിഞ്ഞു കടക്കാൻ പറ്റാത്ത ഒരിടവുമില്ല എന്നാണ്. ഇത്തവണ അവൻ കള്ളം പറയുകയാണ്. അവൻ ജൂലിയുടെ വീട്ടിലേക്ക് താമസം മാറിയത് ജൂലിയുടെ അമ്മയായ സാറയ്ക്ക് അവനെ അവിടെയെപ്പോഴും കാണുന്നത് ഇഷ്ടമായതുകൊണ്ടാണ്. ശരിയാണ്, ഇവാൻ ജൂലിയ, അവളുടെ അച്ഛൻ, കൂടാതെ മാക്കും എന്നിവരെ സന്ദർശിക്കുന്നു. ഇത്തവണ അദ്ദേഹം ഡൂപ്പി കൂടാതെയാണ് വരുന്നത്. ഇവാൻ അതിമനോഹരമായിരിക്കുന്നു എന്ന് സമ്മതിക്കുന്നു. അവസാനമായി ബോബ് അവനെ ഓർമ്മിപ്പിക്കുന്നത് അവൻ ഒരേയൊരു ആവാനാണെന്നാണ്. എന്നിട്ട് ആശ്വാസത്തോടെ പുഞ്ചിരിക്കുന്നു. ഇവാന്റെ ജീവിതത്തിലെ ഒരു ദുരന്തത്തിൽ നിന്ന് തുടങ്ങിയ സംഭവം അവനെ അത്ഭുതകരമായ ചില വ്യക്തികളെ പരിചയപ്പെടുന്നതിലേക്ക് നയിച്ചു. എന്നാൽ അവരുമായുള്ള അവന്റെ സമയം കഴിഞ്ഞപ്പോൾ അവൻ ശരിക്കും ഉൾപ്പെടുന്ന വന്യതയിലേക്ക് മടങ്ങേണ്ടി വന്നു. ഒരു സ്വർണ്ണ കൂട്ടിലിട്ട പക്ഷി ആകാശത്തെക്കുറിച്ച് ബോധവാനായിരിക്കില്ല എന്ന് ചൈനീസ് പഴമൊഴിയുണ്ട്. അപ്പോ നീയാണോ ആ പക്ഷി?